നമ്മളൊരു പുതിയ വീഡിയോയോട് സ്വാഗതം. നമ്മളോട് നിന്നുള്ള ഏറ്റവും പുതിയ അമേസാണ്. അമേസ് ഇത് 3rd ജനറേഷൻ അമേസാണ്. ഇപ്പം എന്താ പറയുക, നമ്മൾ അമേസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്നും ഹോണ്ട അമേസ് പറഞ്ഞാൽ നമുക്ക് എന്നൊരു വിശ്വാസമുള്ള വണ്ടിയാണ്. അതുപോലെ തന്നെ ഈ സെഗ്മെൻറ്റിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളെന്ന് സ്ട്രൈക്ക് ചെയ്തിട്ട് പോകുന്ന വണ്ടിയാണ് അമേസ്. അതുപോലെ ഈ പ്രാവശ്യം അമേസ് ഒത്തിരി മാറ്റങ്ങൾക്ക് വിധേയമായിട്ടാണ് വന്നേക്കുന്നത്. അതിൻ്റെ അത് ഏറ്റവും കൂടുതൽ എടുത്ത് പറയേണ്ട വണ്ടിയുടെ അഡാസ് ഫീച്ചറും കാര്യങ്ങളൊക്കെയാണ്. നമുക്കിനി വണ്ടിയുടെ വിശേഷത്തിലോട്ട് വരാം. പുതിയ അമേസിലോട്ട് വരുമ്പം ഏറ്റവും കൂടുതൽ എടുത്ത് പറയേണ്ടത് അഡാസിൻ്റെ ഈ അടുത്ത് നമുക്ക് അമേസ് ഏറ്റവും കൂടുതൽ വന്നേക്കുന്ന മാറ്റം നമുക്ക് കാഴ്ചയിൽ ഫീൽ ചെയ്യുന്ന പറഞ്ഞാൽ വണ്ടിയുടെ ക്യാരക്ടർ ലൈൻ മാറിയിട്ടുണ്ട്. ബോണറ്റിൻ്റെ 2 ലൈനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ അത്യാവശ്യം മനോഹരമായിട്ടാണ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ വണ്ടിക്ക് അത്യാവശ്യം വലിപ്പവും ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ താഴത്തോട്ട് വന്നാൽ ഒരു കണക്ട് ചെയ്തൊരു കോറോൺ ലൈൻ നമുക്ക് പോകുന്നതാണ്. അത് ഹെഡ്ലൈറ്റിനെ കണക്ട് ചെയ്ത് തന്നെയാണ് വരുന്നത്. അതും വണ്ടിക്ക് എന്താ ഒരു പ്രീമിയം ടച്ച് വരുന്നുണ്ട്. എന്താ പറയുക, നേരത്തെ അമേസ് പോലെ ഒത്തിരി ഈ ക്രോമിൻ്റെ ഒത്തിരി ക്രോം നിറഞ്ഞു വരുന്ന പോലെ ഇപ്പം സ്റ്റാൻഡേർഡായിട്ട് തന്നെ ക്രോമും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. അത് കഴിഞ്ഞാൽ ഏറ്റവും എടുത്ത് പറയേണ്ട വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ബൾബാണ്. ഇത് LED പ്രൊജക്ടർ ലൈറ്റാണ് വരുന്നത്. അതുപോലെ തന്നെ വിത്ത് DRLും വരുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ കാര്യം വിട്ടുപോയി, അതിൽ തന്നെ ടേൺ ഇൻഡിക്കേറ്ററും വരുന്നുണ്ട്. പിന്നെ അടുത്ത എടുത്ത് പറയേണ്ടത് താഴത്തോട്ട് വരുമ്പോൾ വണ്ടിയുടെ ഗ്രില്ലാണ്. വലിയൊരു ഗ്രില്ലാണ് വന്നേക്കുന്നത്. അത് ഒരു ഗ്ലോസി ഫിനിഷിങ്ങിലാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ചേരുന്നുണ്ട്, കാണാൻ നല്ല മനോഹരമായിട്ട് തന്നെ ഉണ്ട്. അതുകൊണ്ട് നടുക്ക് ഹോണ്ടയുടെ എംബ്ലവും വരുന്നുണ്ട്. താഴത്തോട്ട് വരുമ്പോൾ പിന്നെ എടുത്ത് പറയേണ്ട വണ്ടിയുടെ ഫോഗ് ലാമ്പാണ്. ഇതും പ്രൊജക്ടർ LED ആണ് വരുന്നത്. പിന്നെ അതുപോലെ ഈ ലൈനും കാര്യങ്ങളൊക്കെ നല്ല മനോഹരമായിട്ട് തന്നെയാണ് വന്നേക്കുന്നത്. ഇത് ഏറ്റവും കൂടുതൽ എടുത്ത് പറയേണ്ട ഒന്നാണ് ഈ വണ്ടിയുടെ എൻജിൻ. ഈ സെഗ്മെൻറ്റ് ഇപ്പോൾ എല്ലാ എൻജിനുകളും 3 സിലിണ്ടർ എൻജിൻ ആക്കിയപ്പോൾ ഇവർ 4 സിലിണ്ടർ എൻജിൻ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുപോലെ ഇത് 1200 cc ആണ്, 90 PS പവറാണ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു പവറും കാര്യങ്ങളൊക്കെ വരുന്നത്. നേരത്തെക്കാളും പവറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ദൂരയാത്രയിലൊക്കെ എന്താ, അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം യാത്രാസുഖവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. നമ്മൾ വലിയ മടുപ്പിക്കാത്ത നല്ലൊരു എഞ്ചിനാണ് വന്നേക്കുന്നത്. ഇതാണ് വണ്ടിയുടെ എഞ്ചിൻ റൂമും കാര്യങ്ങളൊക്കെ വരുന്നത്. കാരണം 4 സിലിണ്ടർ എഞ്ചിൻ ആയതുകൊണ്ടാണ് ഞാൻ എടുത്ത് എഞ്ചിൻ റൂമും കാര്യങ്ങളൊക്കെ കാണിക്കാമെന്ന് വെച്ചത്. അടുത്തായി സൈഡ് വീലിട്ട് വരുമ്പം ഏറ്റവും കൂടുതൽ എടുത്ത് പറയുന്നത് നമ്മുടെ ടയറാണ്. 185/60/15 നമ്മുടെ ടയർ വരുന്നത്. അതുപോലെ തന്നെ ഡയമണ്ട് കട്ട് ഒരു അലോയ് വീല് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡിസ്ക് ബ്രേക്കുമാണ് വരുന്നത്. അത്യാവശ്യം ബോഡി കളറിൽ തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ വണ്ടിക്ക് നന്നായിട്ട് ചേരുന്ന രീതിയിലാണ് മിറർ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ മിറർ ഇൻഡിക്കേറ്ററും വരുന്നുണ്ട്, ഹോൾഡിങ്ങും വരുന്നുണ്ട്. അതുപോലെ തന്നെ ലൈൻ ക്യാമറയും വരുന്നുണ്ട്. നമുക്കിപ്പോൾ ഒരു സൈഡിലോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടാൽ അകത്ത് ലൈൻ ക്യാമറ കാണിക്കും. അത് എപ്പോഴും നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അതുപോലെ നമുക്ക് അടുത്ത ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്നത് വണ്ടിയുടെ മിററാണ്. മിറർ താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ബോഡി ലൈനും കാര്യങ്ങളൊക്കെ കാണാം. ബോഡി ക്യാരക്ടർ ലൈനൊക്കെ അതൊക്കെ അത്യാവശ്യമായിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഫിനിഷിങ്ങും കാര്യങ്ങളും വരുന്നുണ്ട്. അതുപോലെ ഏറ്റവും എടുത്ത് പറയുന്നത് നമുക്ക് ഈ സൈഡ് വീൽ നമ്മളെ പഴയ അമേസിന് അതേ ലുക്ക് തന്നെയാണ് വണ്ടിക്ക് വരുന്നത്. നമുക്ക് സൈഡ് വീൽ കറക്റ്റ് ആ പഴയ അമേസിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പഴയ നിർദ്ദേശത്തിന് മുമ്പത്തെ കേട്ടോ. പിന്നെ ഫ്രണ്ടും കാര്യങ്ങളെല്ലാം നല്ല മാറ്റവും കാര്യങ്ങളും ഉണ്ട്. അതുപോലെ ഈ സൈഡിലോട്ട് 2 ഡോർ വരുന്ന ക്രോം ഫിനിഷാണ് വരുന്നത്. അതുപോലെ തന്നെ റിക്കറ്റ് സ്വിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നമ്മളിപ്പോൾ താക്കോല് കയ്യിലുണ്ട് ഓപ്പൺ ആക്കാൻ പറ്റും. ഇതാണ് സൈഡിലെ മെയിൻ ആയിട്ടുള്ള മാറ്റങ്ങൾ. അതുപോലെ തന്നെ വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 172 അതുപോലെ തന്നെ ലെങ്ത് വരുന്നത് 3995 വെട്ട് വരുന്നത് 1733. അതുപോലെ തന്നെ നമുക്ക് ബാക്കിലോട്ട് വരുമ്പോൾ ഏറ്റവും കൂടുതൽ എടുത്ത് പറയേണ്ട വണ്ടിയുടെ ഷാർപ്പിൻ ആൻറ്റിനയാണ്. അപ്പോൾ നേരത്തെ ആൻറ്റിനൊക്കെ വണ്ടി നന്നായിട്ട് ചേരുന്നുണ്ട്, ഷാർപ്പിൻ ആൻറ്റിന വരുന്നത്. അതുപോലെ തന്നെ ഡീഫോഗർ വരുന്നുണ്ട്. അതുപോലെ നമുക്ക് മഴയത്തൊക്കെ ഏറ്റവും ഉപകാരപ്രദമായ ഒന്നാണ്. അടുത്ത നമുക്ക് ഏറ്റവും കൂടുതൽ എടുത്ത് പറയേണ്ട വണ്ടിയുടെ ബ്രേക്ക് ലൈറ്റാണ്. ഒരു ഐക്കോണിക് ബ്രേക്ക് ലൈറ്റാണ് വരുന്നത്. അത് നേരെ നമ്മളെ വണ്ടിയുടെ ബോഡിയെ നേരെ ഡിക്കിയിലോട്ട് കണക്ട് ചെയ്യുന്ന രീതിയിലാണ് വരുന്നത്. അതുപോലെ തന്നെ അതിൽ തന്നെ നമുക്ക് മണ്ടയിലൊരു ചെറിയ ഇൻഡിക്കേറ്ററും കാര്യങ്ങളെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം നല്ല മനോഹരമായിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഈ സൈഡ് വ്യൂ നമുക്ക് നോക്കുമ്പോൾ പെട്ടെന്ന് ഇതൊരു ഇൻഡിക്കേറ്റർ സ്പോയിലർ ആണെന്ന് ഫീൽ ചെയ്യും. പക്ഷേ അത് ഇൻഡിക്കേറ്റർ സ്പോയിലർ ഒന്നുമല്ല, വണ്ടിയുടെ ക്യാരക്ടർ ലൈനാണ്. പിന്നെ സൈഡിലോട്ട് വരുമ്പോൾ ഒരു ഹോണ്ടയുടെ എംബ്ലം കാണാം. അതുപോലെ തന്നെ ബാക്കി ഇതാണ് റിവേഴ്സ് ക്യാമറയും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ വണ്ടിയുടെ IVTEC എഞ്ചിൻ എന്നുള്ള ഡീറ്റെയിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴത്തോട്ട് വരുമ്പം സെൻസറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ 2 റിഫ്ലക്ടറും കാര്യങ്ങളും ഏറ്റവും താഴെ ബമ്പർ 4 വരുന്നുണ്ട്. അത് പത്തായിട്ട് ചേരുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഇതാണ് നമ്മൾ വരുന്ന വണ്ടി ഇൻറ്റീരിയലും കാര്യങ്ങളൊക്കെ പക്ക മനോഹരമായിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത്. അതുപോലെ സീറ്റും കാര്യങ്ങളൊക്കെ ഒരു ബീജ് കളറിലാണ് വന്നേക്കുന്നത്. അത് നന്നായിട്ട് ചേരുന്നുണ്ട്. ആ സ്പേസും കാര്യങ്ങളെല്ലാം ഉണ്ട്. നല്ല മനോഹരമായിട്ട് തന്നെയാണ് ഈ പ്രാവശ്യം ചെയ്തേക്കുന്നത്. ആകും പക്ക സ്റ്റാൻഡേർഡ് ആക്കിയിട്ടുണ്ട്. നമുക്ക് അതിനകത്തൊന്നും പറയാനില്ല. അതുപോലെ പുഷ് ബട്ടൺ സ്റ്റാർട്ടും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട്. ക്രൂസ് കൺട്രോള്, അഡാസ്
എല്ലാ ഓപ്ഷൻസും വന്നിട്ടുണ്ട് വണ്ടിയിൽ. അടുത്ത നമുക്ക് വണ്ടിയുടെ അകത്തോട്ട് വരാം. അതിൻ്റെ അകത്ത് മെയിനായിട്ട് നമ്മളിപ്പോൾ ഇതാണ് വണ്ടിയുടെ കീ വരുന്നത്. ഇതിൻ്റെ അകത്ത് തന്നെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. നമുക്കിത് കീയെ തന്നെ വണ്ടി വെളിയിൽ നിന്ന് സ്റ്റാർട്ടാക്കാൻ പറ്റുന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുന്നത്, ഇതാണ് വണ്ടിയുടെ നമ്മളകത്തെ ഇന്ത്യയിൽ വരുന്നത്. മൊത്തം മാറിയിട്ടുണ്ട്. പക്ക ഒരു ഫിനിഷിംഗ് ആയിട്ടാണ് വന്നേക്കുന്നത്. ബ്ലാക്കിൻ്റെയും ബീജിൻ്റെയും ഒരു ഫിനിഷിംഗ് ആണ് വന്നേക്കുന്നത്. അതുപോലെ തന്നെ സൈഡിൽ കൂടെ ഒരു ക്രോമിൻ്റെ ലൈനും വരുന്നുണ്ട്. അതും നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് വണ്ടിയുടെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരുന്നത്. അത് ഫുള്ളി ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ആണ് വരുന്നത്. നമുക്ക് ഈ ദൂരയാത്രയിലൊക്കെ നല്ലൊരു യാത്രാസുഖവും കാര്യങ്ങളൊക്കെ തരും. അതുപോലെ വലിയ ക്ഷീണവും കാര്യങ്ങളൊന്നും വരത്തില്ല. അതുപോലെ തന്നെ അടുത്ത ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട വണ്ടിയുടെ ടച്ച് സ്ക്രീനാണ്. ഇന്ത്യയിലോട്ട് വരുമ്പോൾ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട വണ്ടിയുടെ ടച്ച് സ്ക്രീനും കാര്യങ്ങളൊക്കെയാണ്. 8 ഇഞ്ച് സിസ്റ്റമാണ് വരുന്നത്. അതും നമുക്ക് ഇൻഫർമേഷനും കാര്യങ്ങളെല്ലാം ഉണ്ട്. ആൻഡ്രോയിഡ് ആപ്പിൾ കാർപ്ലേ കാര്യങ്ങളെല്ലാം ഇതിൽ അവൈലബിൾ ആണ്. അതുപോലെ ഇതാണ് നമ്മളെ ക്ലസ്റ്ററും കാര്യങ്ങളൊക്കെ വരുന്നത്. ക്ലസ്റ്ററും അത്യാവശ്യം നല്ല മനോഹരമായിട്ട് തന്നെയാണ് വന്നേക്കുന്നത്. ഇത് ഒരു 7 ഇഞ്ച് ക്ലസ്റ്ററും കാര്യങ്ങളൊക്കെയാണ് വന്നേക്കുന്നത്. അതും അത്യാവശ്യം നല്ല മനോഹരമായിട്ട് തന്നെയാണ് വന്നേക്കുന്നത്. അതുപോലെ ഇതാണ് നമ്മളെ സ്റ്റിയറിംഗ് വീൽ വരുന്നത്. ഇത് വരുമ്പം അഡാസിൻ്റെ ഓപ്ഷനും ക്രൂസ് കൺട്രോള് എല്ലാ ഓപ്ഷൻസും വരുന്നുണ്ട്. വോളിയം കൺട്രോൾ എല്ലാ ഓപ്ഷൻസും വണ്ടിയിൽ തന്നെ വരുന്നുണ്ട്. ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ, ബാക്കി കണക്റ്റീവ് ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ താഴത്തോട്ട് വരുമ്പോൾ AC വെൻറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതുപോലെ ബ്ലാക്കും ബീജും കൂടി ഒരു ഇന്ത്യയിലാണ് വരുന്നത്. അത് അത്യാവശ്യം പക്ക സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെയാണ് വന്നേക്കുന്നത്. ഈ AC വെൻറ്റും കാര്യങ്ങളും ഈ ലൈനൊക്കെ ഇത് ഏറ്റവും പുതിയ ഇതിൽ വന്നേക്കുന്നതാണ്. പക്ക എന്താ വണ്ടിക്ക് നല്ല ചേരുന്നുണ്ട്. അതുപോലെ താഴെ ഒരു ക്രോമിൻ്റെ ലൈനും പോകുന്നതാണ്. അത് നല്ല മനോഹരമായിട്ട് വണ്ടിക്ക് ചേരുന്നുണ്ട്. പിന്നെ താഴത്തോട്ട് വരും നമുക്ക് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC ആണ്. അത് ഫുള്ളി ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC ആണ്. താഴത്തോട്ട് വരും നമുക്ക് ഏറ്റവും കൂടുതൽ എടുത്ത് പറയുന്നത് 2 USB കണക്ടറും അതുപോലെ തന്നെ വയർലെസ് ചാർജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ 2 കപ്പ് ഹോൾഡർ വരുന്നുണ്ട്. ഇതാണ് മെയിനായിട്ട്. പിന്നെ നമുക്ക് പുഷ് ബട്ടണും കാര്യങ്ങളൊക്കെ ഈ സൈഡിലായിട്ടാണ് വരുന്നത്. നമ്മൾ സ്റ്റിയറിങ്ങിൻ്റെ താഴെയായിട്ട് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് ഡോറിലോട്ട് വരുമ്പം 4 ഡോർ പവർ വിൻഡോ, ലോക്ക് അൺലോക്ക്, പിന്നെ മിററിൻ്റെ ഓട്ടോ കണക്റ്റ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. ബാക്കിലോട്ട് വരുമ്പോൾ നമുക്കൊരു ആംബ്രസ്റ്റും അത് 2 കപ്പ് ഹോൾഡറും കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ തന്നെ നമുക്കിവിടെ AC വെൻറ്റും കാര്യങ്ങളും അവൈലബിൾ ആണ്. അതുപോലെ നമുക്കൊരു ചെറിയ ഫോണൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു ഇതും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. കാരണം പറഞ്ഞാൽ ഈ സീറ്റ് ഫുള്ള് ഞാൻ ഇറക്കിയിട്ടേക്കും. എന്നിട്ട് എനിക്ക് അത്യാവശ്യം നന്നായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല തൈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ബാക്കിൽ നമുക്ക് 3 പേർക്ക് ഇരിക്കാം. കാരണം 3 പേർക്കുള്ള കൊടുത്തിട്ടുണ്ട്. എന്താ പറയുക, 3 സീറ്റ് ബെൽറ്റും വരുന്നുണ്ട്. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ എടുത്ത് പറയേണ്ട വണ്ടി ഡോറയിലൊക്കെ വന്നേക്കുന്ന ബ്ലാക്കാണ് തന്നെ എല്ലായിട്ടായിരിക്കുന്നത്. കാരണം പറഞ്ഞാൽ ഇതൊന്നും നമുക്ക് എന്താ പറയുക, നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ എളുപ്പമായിരിക്കും. ഇതാണ് നമ്മൾ ബാക്കിലെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ എടുത്ത് പറയേണ്ടത് ഈ വണ്ടിയെ സ്റ്റാൻഡേർഡ് ആയിട്ട് 6 എയർ ബാഗും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. കാരണം നമുക്ക് സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ പക്കയാണ്. കാരണം ഈ സേഫ്റ്റിയും കാര്യങ്ങളും ഒട്ടും കുറയ്ക്കാൻ വന്നേക്കുന്നത്. അഡാസ് 6 എയർ ബാഗ്, ABS CBD എല്ലാ ഓപ്ഷനോട് കൂടിയാണ് വണ്ടി വന്നേക്കുന്നത്. ഞാനിത് കോട്ടയം പ്രീമിയം ഹോണ്ട അമേസിൻ്റെ ലോഞ്ചിങ്ങിന് പോയപ്പം എടുത്തൊരു വീഡിയോ ആണ്. ഇത് പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആണ്. നമ്മളിതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ പിന്നീട് ഇടുന്നതായിരിക്കും. പിന്നെ എന്താ പറയുന്നത്, ഇപ്പം ബുക്കിങ്ങോ കാര്യങ്ങളോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പ്രീമിയം ഹോണ്ടയിലെ നമ്പറും കാര്യങ്ങളൊക്കെ താരം മെൻഷൻ ചെയ്തേക്കാം.